ചുട്ട കോഴി പറന്നുപോയി കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ വീണ്ടും ഫ്രണ്ടിൽ കൊണ്ടുവച്ച സാധനമല്ലേ, എത്ര പെട്ടെന്ന് കാണാതായത്. அதேதான் கௌரி, நானும் யோசிச்சுட்டு இருக்கேன். எவ்வளவோ விலைபிடிப்பான பொருள் அங்க இருக்கு, அதெல்லாம் இன்னே வரைக்கும் காணாம போனதே இல்லைல்ல. വിലപിടിപ്പുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്തോ സ്വർണ്ണം വല്ലതും കൊണ്ട് മുറ്റത്ത് വെച്ചേക്കുന്നു? ஐயோ சொர்ணம் எல்லாம் இல்லம்மா, நம்ம பைக்கு ரொம்ப விலை மதிப்பான பொருள் தானே, அதெல்லாம் இன்னே வரைக்கும் எங்கேயும் போனது இல்லைல்ல. എന്തായി? ഒന്നും ആയില്ല. സിദ്ധു അവിടെ പാറമടയുടെ അവിടെ ഗേറ്റിന്റെ അവിടെ ഒക്കെ പോയി തപ്പി, ഒന്നും കിട്ടിയില്ല. പിന്നെ ആ പച്ച ഗേറ്റ് ഇല്ലേ, ആ പച്ച ഗേറ്റിന്റെ അവിടെ ഒരു മാമൻ നിന്ന് ആടിനെ തീറ്റിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മാമന്റെ അടുത്ത് വെച്ചപ്പോ പറഞ്ഞത് ഇങ്ങോട്ടാരും വരുന്നതും കണ്ടില്ല പോകുന്നതും കണ്ടില്ലെന്നാ. മാമൻ തീറ്റിക്കുന്നു? ആടിനെ പുല്ലിറ്റിക്കുന്നു. ആ പുള്ളി അപ്പൊ ഞാൻ മാങ്ങ കൊണ്ടുവരണ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അയാളായിരിക്കും ചിലപ്പോ മാങ്ങ എടുത്തോണ്ട് പോയത്. അയ്യോ എന്റെ ഗൗരി, കാണാതെ അങ്ങനെയൊന്നും പറയല്ലേ. സോറി അമ്മ, വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. അമ്മ അതിന് വെള്ളരി മാങ്ങി വരിക്ക് മാങ്ങി മാത്രമല്ല 10-18 മൂവാണ്ട് മാങ്ങ ഉണ്ടായിരുന്നു. ஐயோ நம்ம கேசுக்கு மாங்கானா ரொம்ப உசிறு. എനിക്കൊരു ഡൗട്ട്, ഇനി കേശു നമ്മളാരും കാണാതെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ ഇരുന്ന മാങ്ങ എടുത്തോണ്ട് പോയി വല്ല കാട്ടിന്റെ ഇടയിലിരുന്ന് തിന്നണാണെങ്കിലാ? അതിന് സാധ്യത കാണുന്നുണ്ട് ഇല്ലേ? തൊടുപുഴയ്ക്ക് പോയവൻ ഇവിടെ വന്ന് മാങ്ങ എടുത്തോണ്ട് പോയിരുന്ന് കാട്ടിന്റെ അകത്ത് നിന്ന് തിന്നണമെന്നാ എന്തോ നമ്മായി. ഇവിടെ പോയ കാര്യം ഞാൻ അറിഞ്ഞു. எதுவானாலும் இது ஒரு சின்ன விஷயம்னாலும் இது பெரிய விஷயம்தான், நம்ம நல்லா கவனிக்கணும். എന്നാലും അതല്ല, സാധനം മിസ്സാവുകയും ചെയ്ത് പക്ഷെ ആരും വന്നിട്ടുമില്ല. ഇതെങ്ങനെയെന്നുള്ളതാ. പക്ഷെ അമ്മായി മാങ്ങയും കൊണ്ട് വരുന്നത് ഞാൻ കണ്ടാന്നേ. ഇനിയിപ്പൊ എന്തായാലും കൊണ്ടുപോയി തിന്നട്ടെന്നേ. തിന്നണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കൊണ്ടുപോകുമ്പോ ചോദിച്ചിട്ട് കൊണ്ടുപോണ്ടേ? ഒന്നുമില്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന സാധനമല്ലേ, ചോദിച്ച് നമ്മൾ എടുത്തു കൊടുക്കൂലേ? ഇതൊരുമാതിരി ചോദിക്കാതെ എടുത്തുകൊണ്ട് പോണത് മര്യാദയാണ്? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാതെ മണി 3 ആഹാരം കഴിക്കണ്ടേ? അതിന് കറി റെഡി ആവട്ടെ. കറിയൊക്കെ എപ്പോഴേ റെഡിയായി. അപ്പൊ പിന്നെ ഈ ഇരുന്ന് അരിയണം എന്തിനാ? അത് നാളത്തേക്കിന് അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിരുന്ന ജോലി കുറയുമല്ലോ. அம்மா நான் அங்க போய் பெருக்கிட்டு வரேன், அதுக்கப்புறம் நான் சாப்பிடுறேன். കഴിച്ചിട്ട് പോയി പെറുക്കിയാ പോരായോ? வேணாம்மா, அப்படின்னா ஒரு மாதிரியா இருக்கும், ரொம்ப டயர்டா ஃபீல் பண்ணும். இப்ப நான் போய் பெருக்கிட்டு வரேன். എന്നാലും யார் എടുത്തിருப்பாங்க? എന്റെ സംശയം അതൊന്നുമല്ല. ഇവിടെ കുറെ പയ്യന്മാരെ മാങ്ങ എറിയാനും സപ്പോർട്ട പറിക്കാനും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അവന്മാരെങ്ങാനും വന്ന് ഈ ചക്കെടുത്തോണ്ട് പോയതായിരിക്കും. അതാവാൻ സാധ്യത ഉണ്ട്. പക്ഷെ എന്നാലും നമ്മള് സംസാരിക്കുന്നതിന്റെ ആരുടെ വന്ന് ചൂട്ടിക്കൊണ്ടു പോണത്? സത്യം കഷ്ടമാണത്. ആശിച്ചു കൊണ്ടുവന്ന മാങ്ങയായിരുന്നു. അല്ലേ പോട്ടെ, മാങ്ങയല്ലേ. 10-18 മൂവാണ്ട മാങ്ങ ഉണ്ടായിരുന്നു. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. அம்மா அம்மா, லெச்சு, கௌரி, சித்து, அம்மா. അമ്മ അമ്മ, എന്താ എന്താ? கொஞ்சம் திரும்புங்க, ஏதோ ஒண்ணு மிஸ்ஸிங்ல. എന്തോന്ന്? கொஞ்சம் திரும்பி பாருங்கம்மா. അവിടെ എന്ത് മിസ്സിങ്? ஐயோ இங்க முழுசா திரும்புங்க. இங்க ஒரு சேர் இருந்ததுல. ഇവിടെ ചേറുണ്ടായിരുന്നു. ആ, ഒരു ഇരുമ്പിന്റെ കസേര. ഞാൻ വന്നിരുന്ന ചേറ് എവിടെ? எனக்கு தெரியலப்பா. ചേറ് പോയോ?